തണുത്തുറഞ്ഞിരിക്കുന്ന ലേക്ക് കണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അതേപോലെ ഐസായിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കണ്ടു. ഇവിടെ എത്ര ടെമ്പറേച്ചർ ഇപ്പോൾ? ഇവിടെ -12 വരെ ആണ് ഇപ്പോൾ കാലാവസ്ഥ. അടിപൊളിയാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് 32 വരെ പോയാൽ -32 വരെ പോയിരുന്നതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ ഒന്ന് ഇറങ്ങുക, ഐസിൽ കളിക്കുക, വണ്ടി കയറുക. തവാങ്ങിലേക്ക് മഞ്ഞുമലയിൽ കൂടെ പോകുന്ന റോഡ് നോക്കി. ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് അൻവർ റഹ്മാൻ. നമ്മളിപ്പോൾ തവാങ്ങിലെ 4ാമത്തെ ദിവസമാണ്. തവാങ് മൊണാസ്ട്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. തവാങ് മൊണാസ്ട്രിയിൽ ഇന്ന് ടോർഗിയ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളായ ഭൂട്ടാൻ, അതുപോലെ മറ്റുള്ള പ്രവിശ്യകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരും. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിലെടുത്തുള്ള ഡാൻസ് പെർഫോമൻസസ്, അതുപോലെ പിന്നെ ട്രേഡിങ്, അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് തവാങ് മൊണാസ്ട്രി എന്നാണ്. തവാങ്ങിലെ കാഴ്ചകളിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഇവിടെയാണ് നിർത്തിയത്. ഫ്രോസൺ ലേക്കിലേക്ക് ഞാൻ ഇറങ്ങിപ്പോവാണ്. ഷബീറാണ് ക്യാമറ എടുക്കുന്നത്. ये हमारा अनवर फ्रोजन लेक में खड़ा है. दैट मीन्स पानी होता है वो ठंडा हो जाता है, आइस हो जाता है. വെള്ളം തണുത്ത ഐസായ ചെറിയ കായലാണ്. തണുത്തുറഞ്ഞ് കിടക്കുന്ന സെല്ലാലേക്കാണ്. छोटा पत्थर आ रहा है, मतलब आगे आने वाला है. पूरा आ जाएगा अभी. റോഡിലെ മഞ്ഞ് മാറ്റുന്ന തൊഴിലാളികളാണ് കേട്ടത്. ഇതുവരെ റോഡിൻ്റെ സൈഡിലാണ് മഞ്ഞെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിൽ തന്നെയാണ് മഞ്ഞുള്ളത്. ഇത് നോക്കിയേ, ഒരു വെള്ളച്ചാട്ടം ഇട്ടത് കംപ്ലീറ്റ് ഐസായിക്കാണ്. നല്ല തണുപ്പാണ്. ഈ കാണുന്ന ഭംഗിയൊന്നും അവിടെ നിൽക്കുമ്പില്ല. നമുക്ക് ശരിക്കും കുറച്ച് സമയമൊക്കെ അവിടെ നിൽക്കാൻ കഴിയുള്ളൂ. ഉടനെ തന്നെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് മഞ്ഞിലൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയിൽ തന്നെ കയറി. ഫാൾസിൻ്റെ പേര് കിട്ടിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും മണാലിയും കാശ്മീരൊന്നും പോലെ അധികം മലയാളികൾ ഇവിടെ എത്തിപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. തവാങ്ങിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. പക്ഷേ എത്തിക്കഴിഞ്ഞാണല്ലോ ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഞ്ഞിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചോദ്യം കേട്ടത്, നാട്ടിലെവിടെയാണ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു മലയാളിയെ കണ്ട സന്തോഷത്തിലാണ്. നമുക്കിവിടെ സേലപ്പാസിൽ വെച്ച് ഒരു മലയാളികളെ കിട്ടി. 2-3 ദിവസമായിട്ട് മലയാളികളെ കിട്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ്. നമ്മുടെ ഇവിടുത്തെ ആർമിയിലെ അല്ലേ, ആർമിയിലെ ജവാനാണ് അല്ലേ, പട്ടാളക്കാരനാണ്. പട്ടാളക്കാരൻ മനു ഫ്രം പത്തനംതിട്ട. ഞങ്ങൾ ഈ ഐസിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾ കളി കണ്ടപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി ഞങ്ങൾ മലയാളികളാണെന്ന്. അപ്പൊ പെട്ടെന്നൊരു ചോദ്യം, നാട്ടിലെവിടെയാന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ പറയും. എനിക്ക് വിശേഷം നല്ല തണുപ്പ്. അടുത്തുക നല്ല തണുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ഇവിടെ എത്ര ടെമ്പറേച്ചർ ഇപ്പോൾ? ഇവിടെ -12 -12 വരെ ആണ് ഇപ്പോൾ കാലാവസ്ഥ. അടിപൊളിയാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് 32 വരെ പോയാൽ -32 വരെ പോയിരുന്നതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ ഒന്ന് ഇറങ്ങുക, ഐസിൽ കളിക്കുക, വണ്ടി കയറുക. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എല്ലാവരും നോർത്ത് ഈസ്റ്റിലേക്ക് വരിക, അരുണാചലിനെ പോലെയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് വരിക, മഞ്ഞിൽ കളിക്കാൻ നമുക്ക് പോയിട്ട് വാ. ഐസ് മാറ്റുന്ന പണിക്കാരുടെ ടൂൾസൊക്കെ രഞ്ജിത്ത് കൈക്കലാക്കി പണി തുടങ്ങി. പാലങ്ങളും റോഡുകളും മലകളും ഈ ഭാഗത്ത് രക്ഷയില്ല കേട്ടോ. മേശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന പോലെ സേലാപാസിൽ തവാങ്ങിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സ്നോഫാൾ. പോകാനുള്ള വഴി നോക്കി. ആ റോഡിലൂടെ വണ്ടികൾ ഇങ്ങനെ കയറി വരുന്ന കാഴ്ച കാണാം. അതിൽ കൂടെ ഒന്ന് സൂം ചെയ്താൽ ശരിക്കും കാണാൻ പറ്റും. ഇത് ഭംഗിയല്ലേ കാണാൻ. ഗുവാഹട്ടിയിൽ നിന്ന് 2 പകൽ ഫുൾ ഡേ യാത്ര ചെയ്തിട്ടാണ് തവാങ്ങിലെത്താൻ. ആ യാത്ര ഒരിക്കലും നഷ്ടമാവില്ല. അത്രയും മനോഹരമായ വഴി കൂടെയാണ് പോകേണ്ടത്. പോകുന്ന വഴിയിൽ തണുപ്പകറ്റാൻ വേണ്ടി തീ കൂട്ടുന്നുണ്ട് കുറേ ആളുകൾ. ഞങ്ങൾ ഏകദേശം തവാങ്ങിലേക്ക് അടുക്കാനായി. ജസ്വന്ത്ഗർ വാർ മെമ്മോറിയൽ റൈറ്റ്. ഓക്കെ. ആർമി ക്യാൻറ്റീനിലാണ്. ആർമി ക്യാൻറ്റീനിൽ ഈ മോളിൽ കാണുന്നതിൻ്റെ പേരാണ് ദിൽ കുഷ്. ഇത് കപ്പ് കേക്ക് ആണ്. ये वाला क्या है? ये येलो वाला है वानिला केक है. दोसा है.
डोसा भी है. हमारा ड्राइवर भाई अक्षय. ചായ റോഡ് സൈഡിൽ തന്നെ വെച്ചേക്കാണ്, ഫ്രീ ആയിട്ട് എല്ലാവർക്കും ചായ കുടിക്കാം. ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട്, അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ച് പേയ്മെൻറ്റ് കൊടുക്കണം. ഈ ആർമി പോസ്റ്റിന് 1962 ഇൻഡോ ചൈന യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന പട്ടാളക്കാരൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുകളിൽ ഒരു ഹെലിപാഡ് ഉണ്ട്, അതുപോലെ ജസ്വന്ത് സിംഗ് മരണപ്പെട്ട സ്ഥലമുണ്ട്, ബങ്കറുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഇവിടെ റൂട്ട് മാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് കാണാനുള്ള കാഴ്ചകളുടെയൊക്കെ. യുദ്ധത്തിൻ്റെ സമയത്ത് ഉപയോഗിച്ചിരുന്ന ബങ്കറുകൾ, കമാൻഡ് പോസ്റ്റുകൾ ഇതെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബങ്കറിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിപ്പോയേക്കാം. ഇതിനുള്ളിൽ ചെറിയ വീട് പോലെ തന്നെ കേട്ടോ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു ഭാഗത്തൊരു കിച്ചണുണ്ട്, അതുപോലെ ഒരു ലിവിങ് റൂം, യുദ്ധം ചെയ്യാൻ ഒളിപ്പോരൊക്കെ നടത്താൻ പറ്റിയ സംഗതികളൊക്കെയാണ്. പുറത്തുനിന്ന് നോക്കി അങ്ങനെ സംഭവം ഉള്ളത് തന്നെ മനസ്സിലാവില്ല. ചെറിയൊരു ഗണ്ണ് വെക്കുന്ന ഒരു ഏരിയ മാത്രമേ ഉള്ളൂ തോന്നുന്നു പുറത്തേക്ക് കാണാൻ. ഇതാണ് സ്മൃതി സ്ഥലം. 2016 ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഈ ജസ്വന്ത് സിംഗ് ഇവിടെ വെച്ചിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തിന് വെടികൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു മരണം. അതുപോലെ ആ സമയത്ത് അവർ ധരിച്ചിരുന്ന ഡ്രസ്സും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും എല്ലാ കാര്യങ്ങളും ഈ സ്മൃതി സ്ഥലിലുണ്ട്. ഇവിടെ ഒരു ഹെലിപ്പാഡാണ് കേട്ടോ, ഏറ്റവും ടോപ്പിലാണ് ഹെലിപ്പാഡ്. ഹെലിപ്പാഡിൻ്റെ ചാരിന് ഒരു നല്ലൊരു ടവറുണ്ട്. ഇവിടെ സിഗ്നൽ മെയിനായിട്ടുള്ളത് എയർടെലും ജിയോ ആണ്. കുറേ നേരം റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പിന്നെ നന്നായി റേഞ്ച് കിട്ടിയത്. यस, कुछ हो रहा है बेटा, कुछ हो रहा है. ये हमारा सिपाही है, भारत के तेज सिपाहियों के साथ हम फोटो खींच रहा है. अपने जीवन छोड़कर हमारा जीवन को ये लोग संरक्षित कर रहा है. यो अनवर, खेलो बेटा खेलो. याक याक भाई, याक इधर देख बे, Come back. संभाली जा. ए, थोड़ा सा और आगे, थोड़ा सा उसका आगे नहीं दिख रहा, थोड़ा सा. हाँ यस बेटा, ठीक है बेटा. पानी है? ये पीने वाला पानी है. अच्छा अच्छा. ये बुखारी है, हमारे एरिया में बुखारी चावल होता है खाने का. ജാങ് വാട്ടർഫാൾസ് നിന്ന് വരുന്ന വെള്ളമാണത്. ഞങ്ങൾ തവാങ്ങിലെത്തി. ഞങ്ങളൊരു റൂം എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. ആ റൂമിൽ ഹീറ്റർ ഇല്ലാത്ത കാരണം പിന്നെ ഞങ്ങൾ ആ റൂം ഒഴിവാക്കി വേറൊരു ഹോട്ടലിൽ പോയി. ഇതാണ് ആ ഹോട്ടൽ, നല്ല കുഴപ്പമില്ലാത്ത റൂമാണ്. ഈ നമ്പർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ രാത്രി അവിടെ കൂടി. രാവിലത്തെ കാഴ്ചയാണിത്. തവാങ് മൊണാസ്ട്രി അങ്ങ് ദൂരെ കാണാം. വണ്ടി എടുക്കാനായി നോക്കിയപ്പോൾ കാറിൻ്റെ ബോണറ്റിൽ നിറച്ചും ഐസ്. വണ്ടി മേലൊക്കെ ഐസാണ്. ഞങ്ങൾ ഇവിടുന്ന് എടുക്കുകയാണ്. വൈപ്പർ ഇടാൻ നോക്കുമ്പോൾ വൈപ്പറിൽ വെള്ളം മഞ്ഞ് മൂടി കിടക്കുകയാണ്, അല്ല ഉറച്ച് കിടക്കുകയാണ്, ഐസായി കിടക്കുകയാണ്. ന്യൂ മാർക്കറ്റ് വഴി നമ്മൾ മൊണാസ്ട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊണാസ്ട്രിയിൽ ഇന്ന് എന്തോ ഫെസ്റ്റിവൽ ഉണ്ട്. തവാങ് മൊണാസ്ട്രിയുടെ മുന്നിലാണ്. ഇവിടെ നിറച്ചും കച്ചവടങ്ങളാണ്. इधर कुछ फेस्टिवल हो रहा है. हाँ. क्या नाम है उस फेस्टिवल का? क्या बोलते हैं? क्या? तोरक्या. भजी है ना, मिर्ची है ना, ये वाला. ये आपका पत्ता गोभी, प्याज पत्ता, यही सब. दाल चाउमीन है. अच्छा अच्छा, चाउमीन ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ വാങ്ങിക്കട്ടെ, മടങ്ങി വരുമ്പോൾ വാങ്ങാന്നുള്ളത് നടക്കൂല. പ്രയർ വീലതാ. വെയിറ്റ്. ഇതാണ് തവാങ് മൊണാസ്ട്രിൻ്റെ മുൻഭാഗം. വലിയൊരു മൊണാസ്ട്രിയാണിത്. ഒരുപാട് ആളുകളോട് താമസിക്കുന്നുണ്ട്. ഈ ടെമ്പിളിന് മുന്നിൽ ഒരു വലിയ മുറ്റുണ്ട്. ആ മുറ്റത്ത് എന്തോ പെർഫോമൻസ് നടക്കുകയാണ്, ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. ഞങ്ങൾ കുറേ നേരം അത് കണ്ടിരുന്നു. ടെമ്പിളിൻ്റെ അകം ഭയങ്കര വിശാലമാണ്. നമ്മൾ കൂർഗിലൊക്കെയുള്ള ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്തൊക്കെ ചെന്ന് കയറിയൊരു പ്രതീതിയാണ്. പക്ഷെ അതിൻ്റെ ഒരുപാട് വലിയ വേർഷനാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെ ഇത് അയാളുടെ ഫോട്ടോ ആണ് കേട്ടോ. ഇത് അയാളുടെ ഫോട്ടോ തന്നെയാണ്. ഇത് ലൈലാമ്മയുടെ ഫോട്ടോ തന്നെയാണ്.
ആ വെള്ളം തന്നെയാണല്ലേ അതിൽ. ബാൻഡാണ് അവിടെ നേരത്തെ ആ ഡാൻസ് അടിച്ചപ്പം ഒരു ബാൻഡിൽ അവർ അടിക്കുന്നുണ്ടായിരുന്നു, ആ ബാൻഡാണത്. ഒരു ട്രഡീഷണൽ ഡാൻസൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ബാൻഡിൻ്റെ കൂടെ എന്താ ഒരു ബ്യൂഗിൾ പോലത്തെ ഒരു സാധനമുണ്ട്. അക്കസേട്ടൻ വരുന്നുണ്ട്. അക്കസേട്ടാ ആരെ തൊപ്പിരുത്ത പണിയാണ്. चिपलम्पो चिपलम्पो हाँ लीफ है ना. हाँ सब्जी है. सब्जी खाने के लिए. हाँ ഒരു ഡ്രസ്സ് നല്ല രസമല്ലേ. ഗുംബ മൊണാസ്ട്രി ആണത്. ये गोनपाई है. हाँ अच्छा. इसमें भी करीबन होगा आपके 200 लामा तो होगा इसमें. इसमें हाँ 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 बड़ा है ना. यहाँ से इसमें क्या रहा है. അതാണ് ഗുംബ മൊണാസ്ട്രി. കുരങ്ങന്മാരുണ്ട് റോട്ടിൽ. നമ്മുടെ നാട്ടിലെ കുരങ്ങന്മാരെ പോലെ അല്ല കേട്ടോ, നിറച്ച് രോമങ്ങളാണ് ഇവിടുത്തെ കുരങ്ങന്മാർക്കും പട്ടികൾക്കൊക്കെ. ജങ് വാട്ടർഫാൾസിലേക്കുള്ള വഴിയാണ്. ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയൊരു ധാബ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് ഫാൾസിൻ്റെ താഴെ തന്നെ. ചെറിയ ചെറിയ ഫാൾസുകൾ ഈ വലിയ പുഴയിലേക്ക് ചേരുന്നുണ്ട് ഇവിടെ. फोंग माँ वाटरफॉल्स है ना. जंग इस जगह का नाम है ना. जगह का नाम है. वाटरफॉल्स का नाम फोंग वा. ये नूरानांग वाटरफॉल्स नहीं है. हाँ हाँ अच्छा. ओके नूरानांग वाटरफॉल्स किधर है. सेला का नीचे भी अभी पकड़ सकता है. हाँ लेकिन इतना बड़ा नहीं है वो. इतना बड़ा नहीं है. अच्छा फोंग माँ वाटरफॉल. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പവർ ഹൗസ് ആണിത്. एक्चुअली आप लोग देखिएगा तो एक चीज़ याद रखना, असम तो अरुणाचल प्रदेश से एक ही हाईवे है. वही हाईवे से इधर आ सकता है, वही हाईवे से उधर जा सकता है. आप पूछेगा क्या अरुणाचल वाले आसाम के पास पैसा नहीं है इसलिए हाईवे नहीं है. नहीं है भाई, जो हाईवे है वो प्यार से बनाया है, वो दिल से बनाया है, वो खूबसूरत है, वो पहाड़ों से है भाई. जैसे फॉर एग्जाम्पल केरला में 2 एयरपिन ये है, मतलब माउंटेन रोड से सिर्फ 9 स्टेप है उसका, लेकिन इधर तो हज़ारों स्टेप है भाई. हज़ारों स्टेप में कुछ 400 500 800 किलोमीटर वही माउंटेन रूट है. इसलिए एक ही रूट है, एक ही रास्ता है. फिर बीच में कई जगह है, दूसरा जगह जाएगा वापस आएगा भी वहाँ देख सकते हैं. ये रास्ता सीधा चाइना जा रहा है. ये चाइना, जापान, अफगानिस्तान, पाकिस्तान, किर्गिस्तान, तुर्कमेनिस्तान, उज़्बेकिस्तान सब जाएंगे. लेकिन आपके पास पासपोर्ट वीज़ा होना चाहिए, दूसरा पैसा भी होना चाहिए, गाड़ी भी परमिशन होना चाहिए. ये सब बात अलग है. बात क्या है कि आप लोग पहाड़ में देखो क्या है, चिड़िया नहीं है बेटा. इधर याक मिलता है. याक को दिखाओ. याक उधर ही आ रहा है, उधर है. हाँ राइट साइड में याक है. हम लेफ्ट साइड में कैमरा पकड़ा है, याक नहीं दिखी. ठीक है. बर्फ मिलता है, मछली रेहू मिलता है. रेहू जो बंगाली लोग हमारे केरला में आकर जो रेहू खाता है वही मछली इधर भी मिल रहा है बेटा. बड़ बूढ़ कर खा लो, पेट भरो, खुश रहो. ठीक है. फिर आपसे मेरा यही एक रिक्वेस्ट है, आप कभी भी यहाँ के जर्नी रात के लिए नहीं रखना. क्यों पूछो. ठंडा मौसम में 4 बजे 5 बजे अंधेरे हो जाएंगे, उसके बाद आप जा ही नहीं सकता. क्यों? क्योंकि फॉग हो सकता है, टर्निंग्स बहुत है. एक टर्निंग चला गया मतलब आपका टूर भी गया भाई, इंडिया से बाहर गया. यमलोक गया भाई. यमलोक जाएंगे भाई. ये टूर क्या है, जिंदगी में बचेगा नहीं. फिर दूसरा एक और चीज़, कभी गाड़ी नीचे गया फिर कोई पूछेगा भी नहीं गया कहाँ गया, क्योंकि दिखेगा ही नहीं भाई. जो दिखेगा नहीं कहाँ पूछेगा. इसलिए आप लोग 5 बजे तक प्रोग्राम रखना. वो 1 किलोमीटर हम मतलब 10 मिनट में जाएगा, 1 किलोमीटर 1 मिनट में जाएगा, ऐसा रोड दुनिया में है. लेकिन यहाँ तो 1 किलोमीटर आप 15 मिनट आधा घंटा सोचना, क्योंकि मुश्किल हो सकता है रास्ते. ठीक है. फिर इतना ही ये सबसे इम्पोर्टेंट बातें, बाकी बातें खाना खाने के बाद बोले. താങ്ക് യു ഷബീർ ജി. വെൽക്കം. ഷബീറിൻ്റെ ലൈവ് കമൻട്രിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.
നമ്മൾ സേല പാസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ജസ്വന്ത് സിംഗ് വാർ മെമ്മോറിയൽ കണ്ടു. അവിടെ നമ്മൾ സേല, നൂറ എന്ന 2 പെൺകുട്ടികൾ ഇന്തോ ചൈന വാർ നടന്ന സമയത്ത് ഇന്ത്യൻ ആർമിയും പ്രത്യേകിച്ച് ഈ ജസ്വന്ത് സിംഗിനെയൊക്കെ സഹായിച്ചതായിട്ട് നമ്മൾ കണ്ടു. അവരെ സ്മരണാർത്ഥമാണ് ഈ പാസിന് സേല പാസ് എന്ന് നാമകരണം ചെയ്തത്. സേല ടണലുണ്ട്, സേല പാസ് ഉണ്ട്. അതുപോലെ തന്നെ നൂറ എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടിയുണ്ട്. ആ നൂറിൻ്റെ സ്മരണാർത്ഥമാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, നൂറനാങ് വെള്ളച്ചാട്ടം. ആ നൂറനാങ് വെള്ളച്ചാട്ടത്തിന് നൂറിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. आसमान नीचे आ गया, रोड पे फॉग है भाई, जिंदगी भर देखे रहो, ऐश करते रहो, अरुणाचल प्रदेश आते रहो. अच्छा, श्रीनगर का ठंडा और यहाँ का ठंडा में बहुत फर्क है. यहाँ का ठंडा जो है हड्डी में लगता है, पूरा अंदर जाता है. अच्छा अच्छा. श्रीनगर में वो सॉफ्ट है, आराम से रह सकता है. इसलिए पाकिस्तान से जो आतंकवादी श्रीनगर के थ्रू अंदर आ जाते हैं, इसको इधर ले आकर डालना चाहिए. ഞങ്ങൾക്ക് സേല പാസ് കുറെ മലയാളി ജവാന്മാരെ കിട്ടി. എല്ലാരും ഒന്ന് പരിചയപ്പെട്ടെ. അത് ആന്ധ്ര. പേര് SS റാവു. കണ്ണൂർ ദിനിൽ സാർ. അർജുൻ വയനാട്. നമ്മൾ വേറെ മലയാളികളുണ്ടോ? തെലുങ്കു. ഒരു രക്ഷയില്ല, തണുപ്പ് ഭയങ്കര, ഒരു രക്ഷയില്ല. താങ്ക് യു. ആർമി ക്യാൻറ്റീനിൽ ഇറങ്ങി. അവിടെ മലയാളികളെ കുറെ കണ്ടു. ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. ഹീറ്ററാണ്. ഇവിടെ മദ്രാസ് കഫേ ഉണ്ട്. ഇവിടെ ആർമിക്കാരുടെ തന്നെ മസാല ദോശയൊക്കെ കിട്ടും. ഇവിടെ साउथ इंडियन मिलेगा इधर. मद्रास कैफे. मसाला ब्रेड पकौड़ा है, प्लेन डोसा है, मसाला डोसा है. മെസ്സേജ് ടു ദ സോൾജിയർ. എല്ലാവരും ഇവിടെ മെസ്സേജ് ചെയ്തിച്ചാണ്. മെസ്സേജിന്റെ ഇടയിൽ നിങ്ങ പൊളിയാണ്, വി പ്രൗഡ് ഓഫ് ഇന്ത്യൻ ആർമി ബൈ മല്ലു മുനീർ. ഇവിടെയുണ്ട്. മലയാളികൾ എത്താത്ത സ്ഥലവുമില്ല. സേല വാരിയർ. തവാങ്ങിലേക്ക് പോകുന്ന വഴിയാണ് ബോംഡില്ല. എന്തായാലും തവാങ്ങിലേക്ക് പോകുന്ന വഴി ഒരു സ്റ്റേ എടുക്കണം. ഒന്നുകിൽ ബോംഡില്ലയിലോ അല്ലെങ്കിൽ ദിരാങ്ങിലോ. അപ്പോൾ ബോംഡില്ലയിൽ താമസിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് അനു ഹോം സ്റ്റേ. അവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം. ഇവിടെ ഈ നോർത്ത് ഈസ്റ്റിൽ തവാങ്ങിലേക്ക് പോകുന്ന വഴി എല്ലാ ഹോട്ടലിലും മിക്കവാറും സ്ഥലത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണും. ഇതിന് ബുക്കാരി എന്നാണ് പറയുന്നത്. ഇവിടെ ഇതിൽ കൂടെ നമുക്ക് വിറക് വെച്ചിട്ട് ചൂടുവെള്ളം ഇവിടെ ഉണ്ടാക്കാം. നമുക്ക് അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ചൂടുവെള്ളം ചെയ്യാം, തണുപ്പ് അകറ്റാൻ വേണ്ടിയിട്ട്. പുകക്കോഴിൽ ഇതേ മുകളിൽ കൂടെ പോകും. ഇങ്ങനെ തട്ടില്ല. ഇതിൻ്റെ അടുത്തിരുന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്. ഷബീർ ഭക്ഷണം കഴിക്കാണ്. അപ്പോൾ നല്ല സൗകര്യങ്ങളുണ്ട് ഈ ഹോട്ടലിൽ. ബെഡ് വാമറൊക്കെ ഉണ്ട്. തണുപ്പിനെ അകറ്റാൻ വേണ്ടി ബെഡിന് അടിയിൽ ഇലക്ട്രിക് ബെഡ് വാമറുണ്ട്. നല്ല ഭക്ഷണമാണ്. ഓക്കെ, ഇത് ബെഡ് വാമറാണ്. ഇത് കറണ്ടിന് പ്രവർത്തിക്കുന്ന പിന്നെ ബെഡ് വാമറാണ്. ഇതാണ് ഷീറ്റ്. ഇതല്ലേ? യെസ്, ഇത് നല്ല ചൂടായിരിക്കും. യെസ്. ഇത് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല തണുത്ത സ്ഥലത്തങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇത് അനു ഹോം സ്റ്റേയിലാണ് ബോംഡില്ലയിൽ. കുഴപ്പമില്ലാത്തൊരു സ്റ്റേ ആണ്. 3 പേർക്ക് 1800 രൂപ. 3 ഒരു ഡബിൾ ബെഡും കിട്ടും, പിന്നെ ഒരു സിംഗിൾ ബെഡ് വേറെ കിട്ടും. രണ്ടിലും ഉണ്ടാവും ബെഡ് വാമർ. അനു ഹോം സ്റ്റേ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആർമിയുടെ ട്രക്കുകൾ പോകുന്നത് നല്ല മനോഹരമായൊരു കാഴ്ച കിട്ടി. അനു ഹോം സ്റ്റേയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ നമ്പർ മാത്രമല്ല, ഈ തവാങ് യാത്രയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത എല്ലാ സ്ഥലത്തെ നമ്പറുകളും അതുപോലെ വണ്ടി ബുക്ക് ചെയ്യാനുള്ള നമ്പർ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ആദ്യമായിട്ടൊരു ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തേങ്ങയിലെത്തി. തേങ്ങ TENGA. ഞങ്ങൾ തവാങ്ങിന്ന് തേസ്പൂരിലേക്ക് മടങ്ങുന്ന വഴി ബോംഡില്ല സ്റ്റേ ചെയ്തു. രാവിലെ ബോംഡില്ലയിൽ നിന്ന് തേസ്പൂരിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ തേങ്ങ വില്ലേജിലെത്തി. ആർമിയിലെ കുതിരകളെ രാവിലെ തന്നെ എക്സസൈസിന് കൊണ്ടുപോകണ കാഴ്ച. ഇത്തരം കുതിരകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 4 एक बांध कर रखा है. अरे बाप रे, देखो സൂപ്പർ ആണ്. കുതിരകളാണ്. എന്താ കുതിരകളിലെ 1.5 കുതിരകളാണ് അല്ലേ? आर्मी एक्सरसाइज हो रहा है. कहाँ जा रहे हैं ये लोग? एक्सरसाइज. एक्सरसाइज.
ഹിമാലയത്തിൻ്റെ ഭാഗമായ ഗോറിസൺ പർവ്വതനിരകളാണ് ഇവിടുന്ന് കാണുന്നതെന്നാണ് നമ്മുടെ ഡ്രൈവർ ബൈ അജോയ് നമ്മളോട് പറഞ്ഞത്. ഒരു ഹിമാലയത്തിൻ്റെ ദൂരക്കാഴ്ച ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റും. ഞങ്ങൾ ഈ തവാങ് യാത്രയുടെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ മറക്കരുത്. ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ മടങ്ങുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള വഴിയാണിത്. ഈ വഴി കൂടെ നേരെ തേസ്പൂരിലാണ് നമുക്ക് ഇന്ന് എത്തേണ്ടത്. തേസ്പൂരിൽ നിന്ന് ഈ ബസ്സിലാണ് ഞങ്ങൾ ദിമാപൂർ പോയത്. 223 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ട് ആണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിയിൽ നമുക്ക് കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ മുന്നിൽ കൂടെയാണ് പോവുക. ഇതാണ് ആ റൂട്ട്. കാസിരംഗ നാഷണൽ പാർക്കിൽ സഫാരിയിൽ പോകുന്ന വെഹിക്കിൾസാണ് ഈ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത്. പോകുന്ന വഴി ബസ്സൊന്നും അവിടെ ജസ്റ്റ് നിർത്തിയായിരുന്നു. ഞങ്ങൾ ഇവിടെ സഫാരി എടുത്തിട്ടില്ല. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണല്ലോ ഇവിടുത്തെ മെയിൻ ഐറ്റം. ഞങ്ങൾ പോവിത്തോറ നാഷണൽ പാർക്കിൽ സഫാരി എടുത്തിരുന്നു. അത് അവിടെ ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കണ്ടു. ഈ 1 ഹോൺ റൈനോ ഉൾപ്പെടെ ഒരുപാട് എണ്ണത്തിനെ കണ്ടു. ആ എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അവിടെ ആവശ്യത്തിന് ഈ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തെയൊക്കെ കണ്ടത് കാരണം ഞങ്ങൾ പിന്നെ വീണ്ടും കാസിരംഗയിൽ ഒരു സഫാരി എടുത്തിട്ടില്ല. കാസിരംഗയിൽ ഒരുപാട് ഏരിയ ഉണ്ട്. പക്ഷെ പോവിത്തോറയിൽ കുറഞ്ഞ ഏരിയ ഉള്ളെങ്കിലും നമുക്ക് കുറച്ചുകൂടി സ്പോട്ടിങ് കാണാനുള്ള സാധ്യതയാണ്. ഇതാണ് അതിൻ്റെ എൻട്രി. വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കാസിരംഗ നാഷണൽ പാർക്ക്. കാസിരംഗ കഴിഞ്ഞ ഉടനെ തന്നെ ലഞ്ചിന് വേണ്ടി ബസ് നിർത്തി. ഞങ്ങളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഇതവിടെ അടുത്തുള്ളൊരു പ്രസിദ്ധമായ ടെമ്പിളാണ്. റോഡിൻ്റെ അപ്പുറം തേയിലത്തോട്ടം കേട്ടോ. നല്ലൊരു യാത്ര തന്നെയായിരുന്നു. ബസ്സിൽ ഒരുപാട് ദൂരമുണ്ട്. 223 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബസ്സിലുള്ള ആൾക്കാരായിട്ട് ഓരോ ആൾക്കാർ മാറി മാറി വരും. അവരുടെ കഥകൾ കേട്ടും അവരുടെ കൂടെ അവരിലൊരാളായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമായിരുന്നു. അവരുടെ ഡ്രസ്സിലുള്ള വേരിയേഷൻസ്, അതുപോലെ അവരുടെ ഭാഷ ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആസാമിൽ നിന്ന് ഞങ്ങൾ നാഗാലാൻഡിലെത്തി. നാഗാലാൻഡിലെ പ്രധാന 2 പട്ടണങ്ങളാണ് ദിമാപൂരും കൊഹിമയും. ദിമാപൂർ വഴി ഞങ്ങൾ കൊഹിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇസാക്ക് ബൈ, ഞങ്ങൾ നാഗാലാൻഡ് ട്രിപ്പിൽ ഞങ്ങളുടെ ഡ്രൈവറാണ്. അങ്ങനെ ഞങ്ങൾ നാഗാലാൻഡിലെ കൊഹിമയിൽ ലാൻഡ് ചെയ്യാണ്. കൊഹിമയിൽ ഞങ്ങൾ നാഗാലാൻഡിലെ ട്രിപ്പൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.